എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കൊച്ചുകുട്ടി കുച്ചിപ്പുടി വേഷത്തിൽ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ അത് ഷെയർ ചെയ്തിരുന്നു. ഒരു മഞ്ജു വാര്യരുടെ തമിഴ് ഫിലിമാണ്. അതിൻ്റെ ഒരു ചുവടുകൾ വയ്ക്കുന്ന ആ സോങ്ങിന് ചുവടുകൾ വയ്ക്കുന്ന ഒരു കുച്ചിപ്പുടി വേഷത്തിൽ ഒരു കുട്ടിയും കുറച്ച് യൂണിഫോം ഇട്ട് 2-3 കുട്ടികളും ഒക്കെ ചേർന്ന് ഒരു ഡാൻസ് കളിക്കുന്ന വീഡിയോ. ആ വീഡിയോയിൽ ആ കുച്ചിപ്പുടി ഡ്രസ്സിട്ട് ഡാൻസ് കളിച്ച കൊച്ചിനെ എല്ലാവരും പൊക്കി പൊക്കി അങ്ങ് തലയിൽ കയറ്റി വെച്ച് അങ്ങ് പുകഴ്ത്തുമായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക്, അതായത് ഇന്നലെ, ആ കുട്ടിയുടെ ഒരു മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ കൊടുത്തതിനകത്ത് ഈ കുട്ടി ഡാൻസ് വീണ്ടും ആ വേഷമില്ലാതെ സാധാ ഒരു ഉടുപ്പിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഒരു കൊച്ചു കുട്ടിയാണെന്നോ തങ്ങളുടെ മകളുടെ പ്രായമുള്ളൊരു കുട്ടിയാണ് എന്നുള്ളത് പോലും ഓർക്കാതെ കുറേ അമ്മാവന്മാരും ആൻറ്റിമാരും എല്ലാവരും കൂടെ കയറി നിന്ന് കൊച്ചിനെ അങ്ങ് അതിനകത്ത് കൊള്ളാമായിരുന്നു, ഇതിനകത്ത് കൊള്ളൂല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് കൂടുതലുള്ളവരെ ഓർക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ അങ്ങ് നെഗറ്റീവ് അടിച്ച് അങ്ങ് താഴോട്ട് ഇടുകയാണ്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ കൊച്ചിനെ ഇത്ര പൊക്കത്തിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് പിന്നെ താഴോട്ട് വലിച്ചിടുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതായത് പൊതുസമൂഹം ഇതാണ്. ആദ്യം എല്ലാവരെയും വലിച്ച് തട്ടയിൽ കയറ്റും, പിന്നെ വലിച്ച് താഴോട്ടിടും. ഇതാണ് സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂട്യൂബിൽ ഒരു സ്ത്രീ അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നുണ്ട്. അവരുടെ അമ്മ അവരെ ഒത്തിരി ഉപദ്രവിച്ചു, അമ്മയായിട്ട് ഭയങ്കര പ്രശ്നമാണ്, അമ്മ അവർക്ക് സ്വത്ത് കൊടുക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അമ്മേനെ ഒത്തിരി കുറ്റമൊക്കെ പറഞ്ഞ് ഈ പെണ്ണ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എൻ്റെ വീഡിയോ എടുത്ത് ആരെങ്കിലും റിയാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിയമപരമായി മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും ഒത്തിരി പേര് ഇങ്ങനെ പൊക്കി പറയുന്നു, കുറേ പേര് നെഗറ്റീവ് പറയുന്നു, അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ പെൺകുട്ടിയുടെ മറ്റൊരു സൈഡ് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡുമായിട്ട് റീസെൻ്റ്ലി ഡിവോഴ്സ്ഡ് ആണ്, ഹസ്ബൻഡുമായിട്ടും ബ്രേക്കപ്പ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്വന്തം അമ്മയുമായിട്ട് അടുത്ത പ്രശ്നം പറഞ്ഞ് സമൂഹത്തിന് മുന്നിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ഈ വീഡിയോ കാണുന്ന എന്നെപ്പോലുള്ളൊരു സാധാരണക്കാർക്കൊക്കെ ആദ്യം മനസ്സിലോട്ട് വന്നത് ഈ പെണ്ണ് ഫുള്ള് നെഗറ്റീവാണല്ലോ എന്നാണ് തോന്നിയത്. കാരണം ആദ്യം ഹസ്ബൻഡുമായിട്ട് പ്രശ്നം, പിന്നെ അമ്മയുമായിട്ട് പ്രശ്നം. അപ്പോൾ ഈ ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നമാണല്ലോ എന്നുള്ള ഒരു തോട്ടാണ് ആദ്യം തന്നെ, ഒരു നെഗറ്റീവ് ചിന്തയാണ് ആദ്യം തന്നെ കേൾക്കുന്നവരുടെ മനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത്, നമ്മൾക്ക് തോന്നും സോഷ്യൽ മീഡിയ ഭയങ്കര സംഭവമാണ്, നമ്മളെ അങ്ങ് വല്ലാതെ അങ്ങ് സപ്പോർട്ട് ചെയ്യും, നമ്മളെ അങ്ങ് പൊക്കി തല വെക്കും എന്നുള്ളതൊക്കെയാണ് ചിലരുടെയൊക്കെ ധാരണ. എന്നാൽ അങ്ങനെയൊന്നുമല്ല. അതിന് രണ്ട് വശം എപ്പോഴുമുണ്ട്. പൊക്കി വെക്കുന്നവർ തന്നെ താഴോട്ടിടും. പിന്നെ രണ്ടാമത് നമ്മളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒത്തിരി വാരി വലിച്ച് സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് നമ്മൾ തന്നെ നാറത്തുള്ളൂ. എന്ന് വെച്ചാൽ സ്വന്തം പല്ലിൻ്റെ ഇടകുത്തി നമ്മൾ തന്നെ നാറ്റിക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിനകത്തെ മറ്റൊരു വാക്ക്. അതായത് നമ്മൾ തന്നെ നമ്മുടെ സ്റ്റോറി പുറത്തോട്ടിട്ട് കഴിയുമ്പോൾ കുറച്ച് പേര് എന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരുവൊക്കെ പാൽക്കുപ്പികളുണ്ടാകും. അവരെപ്പോഴും ഇങ്ങനെ ഏത് കഥ കേട്ടാലും അയ്യോ ഭയങ്കരം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് സപ്പോർട്ട് ചെയ്യും. മറുഭാഗത്ത് കുറച്ചും കൂടി വിവരമുള്ളവർ ഇതിനെ വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് മറക്കരുത്. പിന്നെ അവസാനം ഞാൻ കേസ് കൊടുക്കും, ഞാൻ അങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൊടുക്കുമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചരിത്രം നമ്മൾ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള റിപ്ലൈകൾ ആൾക്കാർ വരുത്തും എന്നുള്ളത് ഓർക്കുക. അതിന് രണ്ടാമത് വേറൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയകളും ഈ റീൽസുകൾ ഒത്തിരി റീൽസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾക്കറിയാം വേലയും കൂലിയും ഇല്ലാത്ത കുറേ ആൾക്കാർ ഇതിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അതായത് ഫേക്ക് അക്കൗണ്ടുമായിട്ട് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അതിനകത്ത് ഈ സുന്ദരികളായ പെൺകുട്ടികളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ റീൽസൊക്കെ കാണുമ്പോൾ, സുന്ദരികളല്ല എങ്കിൽ പോലും പെണ്ണുങ്ങളുടെ റീൽസൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടി വന്ന് സൂപ്പർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പൊക്കിയിടിക്കും. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും അയ്യോ ഞാൻ എന്താണ് ഭയങ്കര സംഭവമാണ്. കാരണം ഇവിടെ ഇരുന്ന് സൂപ്പറാന്ന് പറയുന്നവൻ അപ്പുറേ പോയിട്ട് ഒരു 16 പെണ്ണുങ്ങളുടെ റീൽസിൻ്റെ അടിയിൽ പോയിട്ടും ഇതേ കമൻറ്റുകൾ തന്നെ ഇടും. നിങ്ങൾ സൂപ്പറാണ്, നിങ്ങളെ വെല്ലാൻ ഒരാൾ ഇവിടെ ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പുറം പോയിട്ട് കമൻ്റ് ഇടും. ഇതാണ് ഇവന്മാരുടെ തൊഴിലെന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന അതേ ടീം, ഞാൻ പറയുന്ന റീൽസിൽ കിടന്നുകൊണ്ട് ഒത്തിരി അഭ്യാസം ഇറക്കുന്നവരുടെ കാര്യം പറഞ്ഞത്, റീൽസിൽ കിടന്നുകൊണ്ട് ഒത്തിരി അഭ്യാസം ഇറക്കുന്നവരുടെ കീഴെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് വന്നിട്ട് കമൻ്റ് ഉണ്ടാകും. ഇവന്മാർ കാണുന്ന എല്ലാ റീൽസിലുള്ള എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, കുറച്ച് ഞരമ്പ് രോഗികളുടെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പം അവരപ്പുറം ഇപ്പുറം എല്ലാം പോയിട്ട് ഇതേ കമൻറ്റുകൾ ഇടുന്നുണ്ടാകും. അപ്പം ഓട്ടോമാറ്റിക് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവമായതുകൊണ്ടാണ് ഇവർ വന്നിട്ട് നമ്മൾക്ക് കമൻ്റ് ഇടുന്നതെന്ന്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അത് നിങ്ങളുടെ ഒരു പൊട്ടത്തെറ്റായ ഒരു ചിന്തയാണ്. ഓർക്കുക, ഇങ്ങനെയൊക്കെയുള്ളവരുടെ കുറേ കമൻറ്റുകളും ഇങ്ങനെയുള്ള നമ്മളുടെ കുറേ വ്യൂസും കുറേ ലൈക്സും കുറേ ഷെയറും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളേതാണ്ട് വലിയ സെലിബ്രിറ്റി ആയി എന്ന്. പതുക്കെ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തെ അങ്ങ് മറക്കാൻ തോന്നും, കൂടപ്പറപ്പുകളെ മറക്കാൻ തോന്നും, നമ്മുടെ ജീവിത പങ്കാളിയെ മറക്കാൻ തോന്നും, കുഞ്ഞുങ്ങളെ മറക്കാനൊക്കെ തോന്നും, വേറെ എങ്ങോട്ടെങ്കിലും ചാടാനൊക്കെ തോന്നും. ഇതൊക്കെ
വെറുതെയാണ്. ആ ചാട്ടം കുറച്ച് കഴിയുമ്പോൾ നിൽക്കും എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് റീൽസിലൊക്കെ ഒന്ന്, അല്ലെങ്കിൽ റീൽസിലോ യൂട്യൂബിലോ ഒക്കെ ഒന്ന് കുറച്ച് നമുക്ക് ലൈക്സും ഷെയറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഒന്ന് കൂടിക്കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ നില മറക്കാതിരിക്കുക, നമ്മളുടെ കുടുംബത്തെ മറക്കാതിരിക്കുക, നമ്മളുടെ എന്താ പറയുക, കൂടപ്പറപ്പുകളെ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം. കാരണം ഇപ്പോഴത്തെ കുറേ പേരുടെ ചരിത്രം എടുത്താൽ അറിയാം, ആദ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പല കുടുംബ ബന്ധങ്ങളും ഈ റീൽസിൽ വൈറലായി കഴിയുമ്പോൾ അതങ്ങ് ശിഥിലമാകുകയാണ്. ആ കുടുംബ ബന്ധങ്ങൾ തകരുന്നു. പിന്നെ കേൾക്കുന്നത് ആദ്യം ഹസ്ബൻഡിനെ വെച്ചിട്ട് അല്ലെങ്കിൽ വൈഫിനെയൊക്കെ വെച്ചിട്ട് നല്ല സുന്ദരമായ വീഡിയോ ഇറക്കിക്കൊണ്ടിരുന്നവർ പിന്നെ കേൾക്കുന്നത് ഞങ്ങൾ ബ്രേക്കപ്പായി, ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കഥകളാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതാണ്. നമ്മൾ ഈ കുറച്ച് മഞ്ഞ വെളിച്ചം കാണുമ്പോഴത്തേക്ക് അങ്ങ് കണ്ണങ്ങ് മഞ്ഞളിച്ച് പോകും. കുറേ കമൻറ്റുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് മാത്രമേ വരുന്നുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമല്ല. ഈ ഞരമ്പന്മാരെ എല്ലാ വീഡിയോകളുടെ അടിയിൽ പോയി ഇതേ കമൻറ്റുകൾ ഇടുന്നുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുക, എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്നത് നമ്മളുടെ കുടുംബമാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പിന്നെ രണ്ടാമത്, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവിടെ തന്നെ തീർക്കാൻ ശ്രമിക്കുക. അത് സമൂഹത്തിന് മുൻപിൽ ഇട്ട് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. കുറച്ച് കമൻറ്റുകളൊക്കെ വരും, കുറച്ച് ഇപ്പറേ മാറിയിരുന്ന് നിങ്ങളെ കളിയാക്കുക മാത്രമല്ല. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളൊക്കെ പുറത്തോട്ട് ഇങ്ങനെ വലിച്ചു കീറി പുറത്തോട്ടിട്ട് കഴിയുമ്പോൾ നിങ്ങൾ തന്നെയാണ് സമൂഹത്തിന് മുൻപിൽ അപഹാസ്യരാകുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.